ഞാൻ ഈ ഡോക്യുമെന്ററി ഇന്ന് തന്നെ എടുത്ത് തീർക്കണം. മറ്റന്നാളത്തെ കാണിക്കാനുള്ളതാ. ആ സെറ്റ് ആക്കടാ. ഇത് ലാസ്റ്റ് സ്പോട്ടല്ലേ? നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ടെൻഷനല്ല, ഇതിന്റെ പേരിൽ ഒരാഴ്ചത്തെ ക്ലാസ് പോയി. ഈ വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റ് ആണ്. ഇതെങ്ങാനും ശരിയായില്ലെങ്കിൽ അങ്ങനെ നമ്മളൊക്കെ തൂക്കും. അതൊക്കെ ശരിയാക്കാം, സിമ്പിൾ അല്ലേ? ആയാ മതി. അല്ലടാ, ചോദിക്കാൻ വിട്ടുപോയി, എന്തായി നിന്റെ മേഘാലയ ട്രിപ്പ്? ഞാൻ പറഞ്ഞ കാര്യം സെറ്റ് ചെയ്താ? ആടാ, ഒരു 5-6 സെറ്റ് ആയിട്ട് നീ ഏതാന്ന് വെച്ചാ സെലക്ട് ചെയ്യും. ആടാ, അതെന്താടാ നമ്മളറിയാത്തൊരു ഡീലിങ്സ്? എന്റെ പൊന്നളി ഒന്നുമില്ല. ഇവൻ എന്തായാലും മേഘാലയ വരെ പോയി ട്രിപ്പിന്. അപ്പോൾ നമ്മുടെയൊക്കെ എന്തായാലും നമുക്ക് ഈ ഡോക്യുമെന്ററിയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ കാർഡിൻ്റെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇവനോട് ഞാൻ അവിടുത്തെ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5-6 ഫോട്ടോസൊക്കെ എന്നെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഒരുപാട് കാട് കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ലേ? അങ്ങനെങ്കിൽ അങ്ങനെ. ആടാ, അങ്ങനെ തന്നെ. ഒക്കെ ഇവിടെ കഥയും പറഞ്ഞോണ്ടിരുന്നോ? എന്റെ ചെക്കനവിടെ ആത്മാർത്ഥ പണിയെടുക്കണണ്ട. ഹേ ബ്രോ, താൻ എന്തീ ചെയ്തത്? ഇവിടെ ഈ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ലാന്ന് തനിക്കറിയില്ലേ? നിങ്ങൾ ഈ കെയർലെസ് ആയിട്ട് ചെയ്ത കാര്യം ഈ പ്രകൃതിക്ക് എന്തുമാത്രം ദോഷം ചെയ്യുന്നറിയോ? ഇനി ആ കുപ്പി തിരിച്ചെടുക്കാൻ പോലും പറ്റില്ല. നിങ്ങളാരാ? ഞങ്ങൾ നേച്ചേഴ്സ് ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ മെമ്പേഴ്സാണ്. ഒരു കുപ്പിയല്ലേ ബ്രോ? ഇതുപോലെ എല്ലാവരും ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു മാറ്റവും വരാത്തത്. ഇങ്ങനെ മാറ്റം വരാത്തത് അല്ലേ? എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് പ്രകൃതി സംരക്ഷണം? ബ്രോ വാ, ഇവിടെ ഇരിക്കടോ. പറയ്, അറിയാനാണ്. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ശരിയായിട്ട് രീതിയിൽ ഉപയോഗിക്കുക, പിന്നെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥയൊക്കെ വരും കാലത്തേക്ക് നമ്മൾ സംരക്ഷിക്കാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രകൃതി നശിപ്പിക്കുന്ന കാര്യങ്ങൾ? അതിപ്പോൾ ഈ മരങ്ങളും കാടുമൊക്കെ വെട്ടി നശിപ്പിക്കുക, ഇനി നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ മണ്ണിട്ട് മൂടുക, ഈ കെമിക്കൽ വേസ്റ്റിൻ്റെയും കാര്യങ്ങളും ഉപയോഗം, അതൊക്കെ നമ്മുടെ ഈ മണ്ണിൻ്റെയും ഇതിൻ്റെയൊക്കെ നല്ല ആ ഒരു ഇത് കളയും. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ എയർ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണോ പ്രകൃതി നശിപ്പിക്കാൻ കാരണം? അല്ല, ഒരുപാടുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ മാക്സിമം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ബ്രോ പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞതെല്ലാം ഒരുവിധം നമുക്ക് ഒഴിവാക്കാം, ഒന്നൊഴിച്ച്. എയർ പൊല്യൂഷൻ, കാട് വെട്ടി നശിപ്പിക്കലും മലയിടിച്ച് നിരപ്പാക്കലും പ്ലാസ്റ്റിക് എന്നിങ്ങനെയുള്ള വേസ്റ്റും കൂട്ടിയാലും ടോട്ടൽ എൻവയോൺമെൻറ്റ് ത്രെറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ആവണുള്ളൂ. ബാക്കി എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയോ? ഇല്ല. ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കുന്നത് എയർ പൊല്യൂഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്ന് അറിയാമല്ലോ. സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ മുഴുവനായും സ്പേസിലേക്ക് തന്നെ തിരിച്ചു പോവാതെ ഭൂമിയിൽ ലൈഫ് സപ്പോർട്ടിന് വേണ്ട അളവിൽ ചൂടിനെ അന്തരീക്ഷത്തിൽ ട്രാപ്പ് ചെയ്ത് നിർത്തുന്ന ഗ്യാസുകളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലായി അഗ്നിപർവ്വതങ്ങളിൽ നിന്നും കടലിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മറ്റുമായി അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതാണ്. എന്നാൽ മലകളിലൂടെയും കടലുകളിലൂടെയും പ്രകൃതി തന്നെ ഇത് ബാലൻസ് ചെയ്തിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം ഇതിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വല്ലാതെ കൂടുന്നുണ്ട്. ശാസ്ത്രജ്ഞ കണക്ക് പ്രകാരം 1850 ശേഷം ഇതുവരെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ വർധനവിൽ 90% കൂടുതലും മനുഷ്യ ഇടപെടലുകൾ കാരണമാണ്. ഇനി ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എങ്ങനെയാണ് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നത് പറഞ്ഞുതരാം. നാച്ചുറലായി ഉണ്ടാകുന്നതിനെ ബാലൻസ് ചെയ്ത് അന്തരീക്ഷത്തെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പ്രകൃതിക്ക് കഴിയും. എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുന്നതിലും വേഗത്തിൽ ഇവ അധികമാക്കാനാണ് ശ്രമിക്കുന്നത്. അതിലൂടെ മഞ്ഞുമലകൾ ഉരുകും, കടൽ നിരപ്പ് ഉയരും, അത് കോസ്റ്റൽ ഏരിയകളെ ബാധിക്കും. ഓൾറെഡി വെള്ളത്തിന് അളവ് കുറവുള്ള മേഖലകളിൽ വരൾച്ച ഉണ്ടാവും. ശക്തമായ ചൂട് മനുഷ്യനെയും പക്ഷികളെയും മൃഗങ്ങളെയും ബാധിക്കും. അധികമായുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ മൂലം കടൽ അസിഡിക് ആവും. മീനുകളെയും കടലിലുള്ള ചെടികളെയും മറ്റു ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കും. കാടുകളെയും വൈൽഡ് ലൈഫിനെയും കുറിച്ച് നോക്കുകയാണെങ്കിൽ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തന്നെ എഫക്റ്റ് ചെയ്യും. മൊത്തത്തിൽ പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ മേഖലയിലും നാശം സംഭവിക്കും. ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ 70-75% വരെ കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് നമ്മൾ മനുഷ്യർ തന്നെയാണ് ഉണ്ടാക്കുന്നതും. അതിൻ്റെ ഒരു ചെറിയ അളവ് നമ്മൾ മരങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങളെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അവരുടെ ആ ചെറിയൊരു അളവാണെങ്കിലും പോലും അത് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുകയാണ്. ബാക്കി 25-30%-ൽ 2-3% ഫ്ലൂറിനേറ്റഡ് ഗ്യാസ് അഥവാ എഫ് ഗ്യാസസ് ആണ്. ബാക്കി മീത്തൈനും നൈട്രസ് ഓക്സൈഡുമാണ് അതിലുള്ളത്. മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അന്തരീക്ഷത്തിൽ നാച്ചുറലായി ഉണ്ടാകുന്നതുമാണ്. എന്നാൽ എഫ് ഗ്യാസസ് അത് മനുഷ്യർ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു സിന്തറ്റിക് ഗ്യാസ് ആണെന്ന് പറയുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന AC, ഫ്രിഡ്ജ്, സ്പ്രേ അങ്ങനത്തെ ഐറ്റംസിൽ നിന്നാണ് എഫ് ഗ്യാസസ് ഉപയോഗിക്കുന്നത്. 3-4 തരം എഫ് ഗ്യാസസ് ആണ് മെയിനായിട്ടുള്ളത്.
അതിൽ തന്നെ ഒന്നാണ് ഹൈഡ്രോഫ്ലൂറോ കാർബൺ, അതായത് HFCs. ഇതെല്ലാം നമ്മൾ സ്കൂളിൽ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടാവും. മൊത്തം കണക്കുകൾ നോക്കിയാൽ ആകെ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ 35% ഇലക്ട്രിസിറ്റി പോലുള്ള എനർജി പ്രൊഡക്ഷനിൽ മൂല്യവും, ഇൻഡസ്ട്രി മേഖലയിൽ നിന്ന് 18%, ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ നിന്ന് 14%, കൃഷിയുമായി ബന്ധപ്പെട്ട് 14%, ഡീഫോറസ്റ്റേഷൻ കാരണം 12%, വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ നിന്ന് 6%മാണ് ഉണ്ടാകുന്നത്. പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് ഡീഫോറസ്റ്റേഷൻ, മൈനിങ്, കെമിക്കൽ ഫാക്ടറി വേസ്റ്റ്, പ്ലാസ്റ്റിക് പൊല്യൂഷനൊക്കെയാണ്. എന്നാൽ ഇതെല്ലാം കൂടി നോക്കിയാലും മേജർ എൻവയോൺമെൻറ്റൽ ത്രെറ്റിൻ്റെ 25%ആണുള്ളൂ. ബാക്കി 75%വും ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. അത് പലരും അറിയുന്നില്ലെന്ന് മാത്രം. ഡീഫോറസ്റ്റേഷൻ ഒരു പ്രശ്നമല്ല എന്നല്ല പറയണത്, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഗ്ലോബൽ വൈസ് ആയാലും റീജിയണൽ വൈസ് ആയാലും അത് ലോക്കൽ എക്കോസിസ്റ്റത്തെ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാനും അത് കാരണമാകുന്നുണ്ട്. പക്ഷേ മനുഷ്യർ മൂലമുണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഗ്ലോബൽ വാർമിങ്ങിനും വേൾഡ് വൈഡ് ക്ലൈമറ്റ് ചേഞ്ചിനും കാരണമാകുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്ലാനറ്റിൻ്റെ ടെമ്പറേച്ചറിനെയും വെതറിനെയും ബാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഭൂമിയിലെ എല്ലാ എക്കോസിസ്റ്റത്തെയും ഓരോ ജീവജാലങ്ങളെയും ബാധിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ്റെ വർധനവാണ്. ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുന്തോറും മരം മുറിക്കലും നിലം നികത്തലും ഫാക്ടറികളുടെ എണ്ണവും കൂടും. വാഹനങ്ങളുടെയും AC ഫ്രിഡ്ജിൻ്റെയും ഉപയോഗം കൂടും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങളാരും നാളെ വാഹനങ്ങൾ ഓടിക്കാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ മനുഷ്യനുള്ളിടത്തോളം കാലം ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ബ്രോക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ബ്രോ പരിസ്ഥിതി പ്രവർത്തകനാണോ? എടാ, ഇതൊക്കെ അറിഞ്ഞിട്ടും ആളെന്താ ഇങ്ങനെ? വിട്ടുപോന വാസലിലെ வாழ்க்கை தீர காத்திருக்கேன், காத்திலுள்ள காதலெல்லாம் கூட்டி காத்து தாரனா. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ശേഷമാണ് എല്ലാവർക്കും സ്നേഹം. അത് മനുഷ്യനോടായാലും പ്രകൃതിയോടായാലും. മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നാണ് പറയൽ. എന്നാൽ നമ്മുടെ ചിന്താഗതിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നല്ലൊരു നാളേക്കായി പ്രകൃതിയെ എങ്ങനെ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യം ഇന്നും കൃത്യമായ ഉത്തരമില്ലാതെ നിലകൊള്ളുന്നു. അത് ഞങ്ങൾ നിങ്ങളിലേക്ക് വിട്ടുതരുന്നു. കിട്ടിയ